ഹായ്, ഹൃദയപൂർവ്വം ഡയറക്ടഡ് ബൈ സത്യൻ അന്തിക്കാട്. ഒരുപാട് നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടു. സിനിമയുടെ പേര് പോലെ തന്നെ ഹൃദയപൂർവ്വം. സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന ഒരു സിനിമയാണിത്. ഒരുപാട് തമാശ രംഗങ്ങളും തമാശയുള്ള മൊമെന്റ്സും നമ്മൾ ചിരിച്ച് സൈഡായി പോകും. അത് മാത്രമല്ല, ഈ സിനിമയിലെ ചില മൊമെന്റുകൾ, ചില ഡയലോഗുകളൊക്കെ നമ്മൾ സിനിമ കഴിഞ്ഞാലും ക്യാരി ചെയ്ത് കൊണ്ടുവരും. അത്രയ്ക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സിനിമ, സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു ലാഗും ഇല്ലാതെ നമുക്ക് ഹാപ്പി ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ലൊരു പടം. ഒരു കിടിലൻ ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ഹൃദയപൂർവ്വം. ഈ പടത്തിൽ എടുത്തു പറയേണ്ട ഒരു ആർട്ടിസ്റ്റ്, ലാലേട്ടനെ കൂടാതെ എടുത്തു പറയേണ്ട ആള് സംഗീത് പ്രതാപാണ്. ചെങ്ങായി തകർത്തിട്ടുണ്ട്. ചെങ്ങായി സ്ക്രീനിൽ വരുന്ന സമയത്തെല്ലാം നമുക്ക് എന്താണ് ഭയങ്കര ഒരു മാജിക് സംഭവിക്കുന്ന പോലെ തോന്നും. ഇപ്പൊ പണ്ടത്തെ സിനിമയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ ജഗതി കോമ്പിനേഷൻ, ലാലേട്ടൻ ജഗദീഷ് കോമ്പിനേഷൻ, ഈ കോ സ്റ്റാർസും മെയിൻ സ്റ്റാറും തമ്മിലുള്ളൊരു കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഒരുപാട് നാളായിട്ട് ഈ സൂപ്പർ സ്റ്റാർ മൂവീസിലൊക്കെ മിസ്സാകുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഒരുമാതിരിപ്പെട്ട ഈ സഹനടന്മാരെല്ലാം ചില ആൾക്കാർ സുഖമില്ലാതായി, ചില ആൾക്കാർ മരിച്ചുപോയി. സോ പുതിയതായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകളും പഴയ സൂപ്പർ സ്റ്റാർസും തമ്മിൽ വലിയൊരു കെമിസ്ട്രിയും കാര്യങ്ങളൊന്നും എനിക്ക് ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ വലിയ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗീത് പ്രതാപ് വളരെ ഈസി ആയിട്ട് ആ ഒരു കോമ്പിനേഷൻ വർക്ക് ആക്കിയിട്ടുണ്ട്. അയാളൊരു കിടിലൻ ആർട്ടിസ്റ്റാണ്. അയാളെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അപ്പൊ നമുക്ക് രണ്ടു തരത്തിൽ കാണാം. ഒന്ന്, 40 വർഷം എക്സ്പീരിയൻസ് ഉള്ള ലാലേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ സംഗീത് പ്രതാപ് പിടിച്ചിരിക്കുന്നു, അങ്ങനെ പറയാം. അങ്ങനെ അല്ല എങ്കിൽ പുതിയ സംഗീത് പ്രതാപിനെ പോലെ വളരെ യങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ ലാലേട്ടൻ പിടിച്ചു എന്നും പറയാം. എങ്ങനെ പറഞ്ഞാലും ഇത് ഓക്കെയാണ്. ഈ സംഗീത് പ്രതാപിന്റെ കഥാപാത്രം, ജെറി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ ആള് സ്ക്രീനിൽ കാണിക്കാത്ത ചില സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് ശരിക്കും ആ കഥാപാത്രത്തിന് നമുക്ക് മിസ്സായി പോകും. എനിക്ക് 2 സിറ്റുവേഷൻ അങ്ങനെ മിസ്സായിട്ടുണ്ട് ഈ സിനിമയിൽ, മിസ്സായി തോന്നിയിട്ടുണ്ട്. അതിലൊന്ന്, ഈ ലാലേട്ടനും മാളവികയും തമ്മിൽ ഈ ഒരു ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ ഒരു എക്സാം ഹാളിൽ എൻട്രൻസ് എക്സാമിന് പോകുന്ന ഒരു സീനുണ്ട്. ആ 2 സീനിലും ഈ ജെറി എന്ന് പറയുന്ന സംഗീതിന്റെ കഥാപാത്രം കൂടി വേണമായിരുന്നു എന്ന് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആ കഥാപാത്രത്തിന്റെ മാനറിസം ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലൊക്കെ നമുക്ക് ഗംഭീരമാണ്. നമുക്ക് മിസ്സാവും ഇയാളെ കാണാത്ത സമയത്ത് ആ കഥാപാത്രം തന്നെ മിസ്സായി പോകും. അപ്പൊ ലാലേട്ടനെയും സംഗീതനെയും കൂടാതെ ജനാർദ്ദനൻ, സിദ്ദീഖ്, ഒരു ചായ കുടിക്കുന്ന അളിയനാണ്. ആ അളിയൻ തകർത്തിട്ടുണ്ട്, നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട്. ലാലു ലക്സ് ഇടയ്ക്കിടയ്ക്ക് വരും, പക്ഷെ വരുമ്പോഴല്ല ചെങ്ങായി തകർക്കുന്നുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് ലാലു ലക്സിന്റെ ഒരു ഗംഭീര ഡയലോഗ് ഉണ്ട്. അതായത് നമ്മൾ ഈ ട്രോളിലും മീമിലെല്ലാം കണ്ടിട്ടുള്ള നമ്മുടെ പാണ്ടിക്കരിമാർ അല്ലെങ്കിൽ ലാലു ലക്സ് ഉണ്ടല്ലോ, അതിന്റെ വേറൊരു വേർഷൻ എടുത്ത് ചാമ്പിയിട്ടുണ്ട്. കിടുതായിട്ടൊരു പടം. പിന്നെ മാളവിക മോഹനാണ് പടത്തിലെ ഹീറോയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പടത്തിലെ പാട്ടെല്ലാം വന്ന സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യം, ഇവരിനി ഇതാണ് ഹീറോയിൻ ലെവലിലാണോ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് നായകനും നായികയാണോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പാട്ടൊന്നുമല്ലോ, മറ്റേ സിദ്ധാർത്ഥിന്റെ ആ പാട്ട് കൂടി വന്ന സമയത്ത് ഈ സാധനം, അതായത് ആ ഒരു 3 മിനിറ്റ് പാട്ട് കണ്ടിട്ട് ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ 2.5 മണിക്കൂർ പടത്തിൽ വർക്കാവും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഇത് നമുക്ക് അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയൊരു റിലേഷനോ അതൊന്നും അല്ല കേട്ടോ. ഈ സിനിമ ശരിക്കും ഒരു മോഡേൺ ആയിട്ടുള്ള പടമാണ്. അതായത് നമ്മൾ അങ്ങനെ ചിന്തിക്കാത്ത ലെവലാണ് ഈ പടം ചെയ്തു വെച്ചിട്ടുള്ളത്. ശരിക്കും ഈ പടം 2 തരത്തിൽ അപ്രോച്ച് ചെയ്യാം. ഇത് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു പടമാണ്. ഇപ്പൊ ഒരാളുടെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അതെല്ലാം മറ്റു ചില സിനിമകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാഫിക്കിലെല്ലാം കണ്ടിട്ടില്ലേ, ഈ അവയവ ദാനം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക, ചേസ് ചെയ്യുക, ഇത് ഭയങ്കര ടെൻഷൻ അടിച്ച് കാണുന്ന സാധനമാണ്. പക്ഷെ ഈ പടത്തിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഇതുപോലത്തെ ഒരു അവയവ ദാനം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അത് വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഗംഭീരം കേട്ടോ. അഖിൽ സത്യനാണ് ഈ പടത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത്. സോനു എന്ന് പറയുന്ന ആളാ തോന്നി ഈ പടത്തിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പടം. അതായത് നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് പഴയ സത്യനന്ദിക്കാടിന്റെ പടം കാണാൻ പോകുന്നു വേണ്ട. ഇത് ശരിക്കും പുതിയ സത്യനന്ദിക്കാടിന്റെ പടമാണ്. വളരെ നൈസ് ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. ലാലേട്ടന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ഡയലോഗ്, മാനർസങ്ങളൊക്കെ ഗംഭീരമാണ്. ഈ പടത്തിലെ ഒരു സിറ്റുവേഷനിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ശരിക്കും നമുക്കത് എന്താണ്, നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഡയലോഗാണ്. അതിലൊന്നെന്ന് പറയുന്നത്, നമുക്കില്ലാത്ത കഴിവ് ഉണ്ട് എന്ന് കാണിച്ചിട്ട് ചില ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യില്ലേ. ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷനിൽ തോറ്റുപോയി കഴിഞ്ഞാൽ ചില ആൾക്കാരോട്ട് വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഫേക്ക് ആയിട്ട് ഒന്നിനെയും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഡയലോഗ് അദ്ദേഹം പറയുന്നുണ്ട്. വേറൊരു കാര്യം പറയുന്നത് വെച്ചാല്, ചില പരാജയങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് ആ പരാജയങ്ങളിൽ നിന്ന് ഒരു ലെസണും എടുക്കാനുണ്ടാവില്ല. ചില തോൽവികൾ അങ്ങനെയാണെന്ന്. ഈ 2 കാര്യങ്ങളും നമ്മുടെ റിയൽ ലൈഫായിട്ട് ഭയങ്കര ബന്ധമുള്ളത് പോലെ തോന്നി. നല്ല എന്താണ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫിലോസഫി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച സീനൊന്നുമല്ല.
ആ സിറ്റുവേഷന് ചേരുന്ന രീതിയിൽ വളരെ നോർമലായിട്ട് നാച്ചുറൽ ആയിട്ട് പറഞ്ഞു പോകുന്ന ഡയലോഗാണ് ഗംഭീരം. എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ ഏതൊരു സിനിമയിൽ ഈ ഫിലോസഫി മാത്രം പറയുന്ന ചില സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാർ ബെറ്റർ. സിറ്റുവേഷൻ അനുസരിച്ച് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇതില് മാളവികയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ്, അവരുടെ പേര് ഞാൻ മറന്നുപോയി, പഴയ ഒരു നല്ല ആക്ട്രസ് ആണ്. അവരുടെ പെർഫോമൻസും ഗംഭീരമായിരുന്നു. ജനാർദ്ദനനും സിദ്ദീഖും കുറച്ചേ ഉള്ളൂ, പക്ഷെ വന്ന സ്ഥലത്തെല്ലാം തകർത്തിട്ടുണ്ട്. ജനാർദ്ദനന്റെ ഒരു നരേഷൻ ഉണ്ട്, അത് ഗംഭീരമാണ്. ആ നരേഷൻ 3 പ്രാവശ്യം വരുന്നുണ്ട്. ക്ലൈമാക്സ് വരുന്ന സമയത്ത് ലാലേട്ടന്റെ ക്യാരക്ടർ വന്ന് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അത് കിട്ടില്ലെന്നായിരുന്നു. സിദ്ദിഖിന്റെ ക്യാരക്ടർ, സിദ്ദിഖാണ് ഈ പടത്തിലെ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ്. സിദ്ദിഖിന്റെ ഫസ്റ്റ് സീൻ വെച്ചാൽ ഒരു ചായ കുടിക്കുന്ന സീനാണ്. ആ സമയത്താണ് ആംബുലൻസ് വാസാബ് ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് കേൾക്കുമ്പോഴേതൊക്കെ ക്യാരക്ടറിനെ പിടികിട്ടും. അതായത് ചില കഥാപാത്രങ്ങളെ ഫസ്റ്റ് നമ്മൾ സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ എന്തെല്ലാം ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മുടെ പ്രഡിക്ഷനെ പൊളിക്കുന്ന രീതിയിലാണ് പിന്നീട് ക്യാരക്ടർ പോലെ. അത് നൈസ് ആയിട്ടൊരു കഥാപാത്രമായിരുന്നു അളിയൻ. പിന്നെ ലാലേട്ടന്റെ ഇയാളൊരു ബിസിനസ് മാൻ ആയിട്ടാണ് ഈ പടത്തിൽ അഭിനയിക്കുന്നത്. ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതില് ഇയാളുടെ ഹോട്ടലില്, അതായത് റെസ്റ്റോറന്റിൽ പണിക്കാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ഗംഭീരമായിരുന്നു. പിന്നെ ഓരോ ആളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്, നല്ല സ്റ്റോറിയാണ്, ലൈറ്ററായി പറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് തമാശകൾ ഈ സിനിമയിലുണ്ട്. സംഗീതിന്റെയും ലാലേട്ടന്റെയും കോമ്പിനേഷൻ ഗംഭീരമായിരുന്നു. സംഗീത് ഗംഭീരം, തകർത്തിട്ട്. അയാൾക്ക് നല്ല ഫ്യൂച്ചറിൽ ഒരു ഗംഭീര ആർട്ടിസ്റ്റ് ആണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ലാലേട്ടൻ ഇങ്ങനെ ഒരു പുതിയ ആക്ടറിന്റെ കൂടെ ഒരു കിടിലൻ കെമിസ്ട്രി കാണുന്നത്. സോ അടിപൊളിയാണ്. ഇനിയും ഇതുപോലത്തെ എന്താണ് കോമ്പിനേഷൻസ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് വർക്ക് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എവിടെ എങ്ങനെ ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറും വളരെ യങ് ആയിട്ടുള്ള ഒരു ആക്ടറും അഭിനയിക്കുന്ന പോലെ എവിടെയും തോന്നില്ല. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഈ ജഗദീഷ് ലാലേട്ടൻ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു പുതിയ രൂപം പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഗംഭീരമാണ്, നല്ല സിനിമയാണ്. പിന്നെ പടത്തിന്റെ സിനിമാറ്റോഗ്രഫി സൂപ്പർ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ പൂനെയെല്ലാം കാണിക്കുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. പിന്നെ ഈ ലാലേട്ടന്റെ ക്യാരക്ടർ അവസാനം പ്രസംഗിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലം, പിന്നെ ഇവരുടെ ഒരു കോളേജ്, അങ്ങനെ പൂനെയിലത്തെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. നല്ല വിഷ്വൽസ് ആയിരുന്നു, വിഷ്വലി അടിപൊളിയാണ്. നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു. പാട്ട് എനിക്ക് എല്ലാ പാട്ടും അങ്ങനെ അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ സിനിമയിൽ ഒരു 3 പാട്ടോ മറ്റുണ്ട്. അതിൽ ലാലേട്ടനും മാളവികയുള്ളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് കുറച്ച് ബെറ്റർ ആണ്. ബാക്കി പാട്ടുകളൊന്നും എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വിട്ടെ, പാട്ടിന്റെ കാര്യം വിട്ടെ, കാരണം പാട്ടൊന്നും ഈ പടത്തിൽ അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. പക്ഷെ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സത്യനന്ദിക്കാടിന്റെ സിനിമയിൽ അറിയാലോ, ഹ്യൂമൻ റിലേഷൻഷിപ്പിന് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വല്ലാണ്ടെന്നല്ല, അതിന്റെ ആ ഒരു നമ്മൾ ഇന്ത്യൻ കൾച്ചറിലുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്നും അങ്ങനെ തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല. സോ റിലേഷൻഷിപ്പിന് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിലും അത് തന്നെയാണ്. മനുഷ്യന്മാരുടെ ബന്ധങ്ങൾ ഇല്ലാതാവുന്നത്, ഇതൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നതും. അത് നല്ല ലൈറ്ററായി പറഞ്ഞിട്ടുണ്ട്, പുതിയൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും അയ്യെന്നൊന്നും തോന്നുന്നില്ല. ഒരുപാട് തമാശയുള്ള പടം കേട്ടോ ഇത്. നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഓർത്തോർത്ത് ചിരിച്ചു പോകും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജെറിയും സന്ദീപ് ബാലകൃഷ്ണനും, സന്ദീപ് പ്രതാപാണ്. അതുപോലെ തന്നെ സന്ദീപ് എന്നാണ് ഇതിൽ ലാലേട്ടന്റെ കഥാപാത്രം. ഈ 2 കഥാപാത്രങ്ങളും തകർത്തിട്ടുണ്ട്. നല്ല ഇവരുടെ പല ഡയലോഗ്സും ഭാവിയിൽ ട്രോളിലും മീമിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഈ പടം OTT-ൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ സ്കോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് സിദ്ദിഖ് ആയിരിക്കും. സിദ്ദിഖിന്റെ ആ സംഭവം ഒരുപാട് ട്രോൾ വീഡിയോസിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജനാർദ്ദനനും ലാലു ലക്ഷ്മി സീനിയർ ആക്ടേഴ്സിനെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ അടിപൊളി ഒരു പടം. ഹൃദയപൂർവ്വം നിങ്ങൾ ഈ സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഹൃദയപൂർവ്വം കണ്ടിട്ട് അതേ ദിവസം തന്നെ നമ്മുടെ ലോക കാണുന്നതായിരിക്കും നല്ലത്. ആദ്യം ലോക കണ്ടിട്ട് ഈ ഹൃദയപൂർവ്വം കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും 2 എക്സ്റ്റെൻഡിൽ നിൽക്കുന്ന പടമാണ്. മനസ്സിലായോ? ഇത് കുറച്ചുകൂടി ലൈറ്ററായിട്ട് ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു പടമാണ്. അത് ചെറുപ്പക്കാർക്കും പറ്റും, പ്രായവർക്കും പറ്റും. പക്ഷെ അതിൽ കുറച്ചുകൂടി ഫാന്റസി, വയലൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. സോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ഇത് കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അത് കാണാൻ വേണ്ടി നോക്കുക. അല്ലാതെ രാവിലെ അത് കണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇത് കാണാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അത്ര ഡൈജസ്റ്റ് ആവില്ല. കൂളായിരുന്നു കാണുക. നല്ല പടമാണ്, നല്ല റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി ഉള്ള പടമാണ്. നല്ല പടം, ഹൃദയപൂർവ്വം പേര് പോലെ തന്നെ ഒരു പടം, സത്യനന്ദിക്കാടിന്റെ പടം.